MLA താങ്കൾ നിയമസഭയിൽ ഈ വിഷയം വളരെ നേരത്തെ തന്നെ ഉന്നയിക്കുകയും അതിൻ്റെ മറുപടി മന്ത്രി മുഹമ്മദ് റിയാസ് പറയുകയും ചെയ്തു. ആ മറുപടിയിലേക്ക് നമുക്ക് പിന്നാലെ വരാം. ഇപ്പോൾ ഇന്ന് അടിയന്തര യോഗം ചേർന്നു, ചില തീരുമാനങ്ങൾ കൈക്കൊണ്ടെന്നറിയാൻ കഴിയുകയും ചെയ്തു. ഇവിടെ ഇതിൻ്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ഇത് വരുത്തിവെച്ച ഒരു ദുരന്തമാണ്. അതിൻ്റെ ഉത്തരവാദികൾ ദേശീയപാത അതോറിറ്റി തന്നെയാണ്. ഇങ്ങനെ 22 അപകടങ്ങൾ, നിരവധി മരണങ്ങൾ ഉണ്ടാകുമ്പോൾ നിസ്സംഗത പാലിക്കുന്ന ദേശീയപാത അതോറിറ്റിയുടെ നിലപാട് അതുതന്നെയല്ലേ ഈ അപകടത്തിലേക്ക്, ആ കുരുന്നുകളുടെ ജീവനെടുക്കുന്നതിലെ കൊണ്ടെത്തിച്ചത്? വളരെ വളരെ ദയനീയമായി അതോടൊപ്പം തന്നെ ദാരുണമായിട്ടുള്ള ഒരു സംഭവമാണ് നമ്മുടെ പ്രിയപ്പെട്ട 4 കുഞ്ഞുമക്കളുടെ ജീവൻ പൊലിഞ്ഞത് നമുക്കെല്ലാവർക്കും അറിയാം. ഇവിടെ ദേശീയപാത അതോറിറ്റി 2019 ആരംഭിച്ചൊരു വർക്കാണിത്. അതായത് ടാണാവ് മുതൽ, പാലക്കാട് ജില്ലയിലെ ടാണാവ് മുതൽ നാട്ടുകൾ വരെ നീണ്ടു നിൽക്കുന്ന 260 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റായിരുന്നു. ഞാൻ 2021 MLA ആയി വരുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ വർക്കുകൾ ഏതാണ്ടൊക്കെയായി, കുറച്ച് വളവുകൾ നിവർത്തി ബാക്കി പ്രവർത്തനങ്ങൾ നടപ്പിലാക്കണം. വളവ് നിവർത്തുന്നതിന് സ്ഥലം ഏറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അതിൻ്റെ സ്ഥല ഉടമകൾക്ക് കോമ്പൻസേഷൻ കൊടുക്കുന്ന ആ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് അന്ന് എത്തി നിൽക്കുകയായിരുന്നു. അപ്പോൾ തന്നെയാണ് ഈ പനയമ്പാടം വളവിൻ്റെ പ്രശ്നങ്ങൾ ജനങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അത് പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ശക്തമായ ഇടപെടലുകളും നിരവധി യോഗങ്ങളും നമ്മൾ നടത്തുകയും ചെയ്തതാണ്. നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഒരൊറ്റ പിടിവാശിയാണ് ഇക്കാര്യത്തിനകത്ത്. ആ വർക്കൊന്ന് റിവൈസ് ചെയ്ത് ആ വളവ് നിവർത്തി, അറ്റ്ലീസ്റ്റ് ആ വളവിന് തൊട്ട് മുമ്പുള്ള ദുബായ് കുന്ന് പറയുന്ന സ്ഥലമുണ്ട്, അത് ബ്ലാക്ക് സ്പോട്ടാണ്. ഒരിക്കലും നേരിട്ട് വരുന്ന വാഹനങ്ങൾ കാണാൻ കഴിയാത്ത രീതിയിൽ ആ ബ്ലാക്ക് സ്പോട്ടിൻ്റെ ഭാഗം ഒന്ന് നിവർത്തി, ഒന്നില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അവിടെ ഒന്ന് ആ കുന്ന് ഇടിച്ച് നിരത്തി ഒരു സ്ട്രെയിറ്റ് ആക്കാൻ വേണ്ടി ഉൾപ്പെടെയുള്ള തീരുമാനങ്ങൾ ആ യോഗത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ എടുത്തു. പക്ഷേ ഒരു കാരണവശാലും അത് റിവൈസ് ചെയ്യാനോ ആ വർക്ക് ആസ് ഇറ്റ് ഈസ് എന്താണോ അത് തുടർന്നു പോവുക എന്ന നിലപാടാണ് അന്ന് നാഷണൽ ഹൈവേ അത് സ്വീകരിച്ച സംവിധാനം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വിഷയങ്ങളെല്ലാം വന്നത്. തുടർന്നാണ് 2022 ജൂലൈ മാസം 7-ാം തീയതി ഞാൻ കേരള നിയമസഭയിൽ സബ്മിഷൻ കൊണ്ടുവന്നു. ആ സബ്മിഷൻ്റെ അടിസ്ഥാനത്തിൽ കേരള ഗവൺമെൻറ് അക്കാര്യത്തിനകത്ത് ത്വരിതഗതിയിലുള്ള ഇടപെടലുകൾ നടത്തിയതാണ്. അതിന് തുടർന്നാണ് അവിടെ മില്ലിംഗ് നടത്തിയതും റംബിൾ സ്ട്രിപ്സ് വെക്കലും സേഫ്റ്റി മെഷേഴ്സ് എടുക്കലും MP ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വലിയൊരു ഇടപെടൽ നടത്തി നമുക്ക് ട്രാഫിക് റൂൾസ് അനുസരിച്ചുകൊണ്ടുള്ള ലൈറ്റുകൾ സ്ഥാപിച്ചു. ഇതെല്ലാം ഞങ്ങൾ അന്ന് ഈ ഒരു എമർജൻസി സീക്ക് ചെയ്തുകൊണ്ടാണ് അന്ന് നിർവഹണം നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ തുടരാം അല്ലേ? യെസ്. അപ്പോൾ അത് ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഈ വളവ് നമുക്കറിയാവുന്ന ഒരു തവണ ഈ ഒരു റോഡ് നമുക്ക് ഫണ്ട് ലഭ്യമാക്കി കഴിഞ്ഞാൽ വീണ്ടും ആവശ്യപ്പെടുക എന്ന് പറഞ്ഞ ജനങ്ങളുടെ ആവശ്യം അനുസരിച്ചു കൊണ്ടാണ്. അപ്പോൾ അവർ നാഷണൽ ഹൈവേ അതോറിറ്റി പറയുന്നത് വെച്ചാൽ ഈ ഫണ്ട് അനുവദിച്ച ഫണ്ട് കഴിഞ്ഞു, അതോടുകൂടി ഈ പ്രോജക്റ്റ് കഴിഞ്ഞു, ഇനി അതിനകത്ത് റിവിഷൻ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തികച്ചും അനാസ്ഥയാണ്. ഈ ജനങ്ങളെ വെല്ലുവിളിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. മാത്രമല്ല ഞങ്ങൾക്ക് മനസ്സിലായത് ഈ കാഞ്ഞിരപ്പുഴ അതായത് കാഞ്ഞിക്കുളം മുതൽ മണ്ണാർക്കാട് വളവ് വരെയുള്ള നൊട്ടമല വരെയുള്ള ഭാഗം എൻ്റെ മണ്ഡലത്തിൻ്റെ ഭാഗമാണ്. കരിമ്പ പഞ്ചായത്തിലെ എവിടെയും റോഡിൻ്റെ ഇരുവശങ്ങളും ഒരു ഡ്രൈനേജ് പോലും നിർമ്മിക്കാതെ എന്ത് അശാസ്ത്രീയമായിട്ടാണ് ഇതിൻ്റെ എസ്റ്റിമേറ്റും പ്ലാനും ഇവർ തയ്യാറാക്കിയിരിക്കുന്നത്. 22ഓളം വരുന്ന പശ്ചിമഘട്ട മലനിരകൾ ഒഴുകി വരുന്ന വെള്ളം റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് ഒഴുകി പോകാൻ വേണ്ടിയിട്ടുള്ള 22 കൾവെട്ടുകൾ നിർമ്മിച്ചിട്ടുണ്ട്. ആ കൾവെട്ടുകൾ പരസ്പരം ബന്ധപ്പെടുത്തുകയും അതിൽ നിന്ന് ഡ്രൈനേജിലുള്ള വെള്ളം കൃത്യമായി ഡെസ്റ്റിനേഷനിലേക്ക് ഒഴുകിപ്പോകാനുള്ള ഒരു നടപടിയും ഒരു ഡ്രൈനേജ് പോലും അതിനകത്ത് നിർമ്മിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ കരിമ്പ പഞ്ചായത്തിനോട് കാണിക്കുന്ന ഏറ്റവും വലിയ അനീതിയായിട്ടാണ് എനിക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത്. അതുകൊണ്ട് നാഷണൽ ഹൈവേ അതോറിറ്റി അടിയന്തരമായി ഇക്കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് ആ കൊടും വളവ് നിവർത്തി ജനങ്ങളുടെ ജീവൻ ഇനി പൊലിയാത്ത രീതിയിൽ വളവ് നിവർത്തുക എന്നുള്ളതാണ്. അതിനൊരു വലിയ എമൗണ്ട് വേണ്ടി വരും. അത് ഇവിടെ വിഷയമല്ല. അത് നാഷണൽ ഹൈവേ അതോറിറ്റിയും സെൻട്രൽ ഗവൺമെൻറ്റിൽ ഇടപെടേണ്ട ആളുകൾ കൃത്യമായി ഇടപെടുകയും ചെയ്യുന്ന ഒരു നിലപാട് ഇക്കാര്യത്തിൽ സ്വീകരിച്ച് അടിയന്തരമായി അക്കാര്യത്തിനകത്ത് പരിഹാരം കണ്ടെത്തുക എന്നുള്ളത്. ബാക്കിയെല്ലാം താൽക്കാലികമാണ്. ഇപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രി K. കൃഷ്ണൻകുട്ടി അവരുടെ നേതൃത്വത്തിൽ ഞങ്ങളിവിടെ യോഗം ചേർന്നു. ബഹുമാനപ്പെട്ട ഡിസ്ട്രിക്ട് കളക്ടറും SP ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെല്ലാം ഉണ്ടായിരുന്നു, തദ്ദേശവാസികളുണ്ടായിരുന്നു, ജനപ്രതിനിധികളുണ്ടായിരുന്നു. ഇവരെല്ലാം വളരെ വളരെ എന്താ പറയുക വൈകാരികമായിട്ട് ഇക്കാര്യത്തിനകത്ത് ഒരു
ഒരു ഔദ്യോഗിക യോഗമായതുകൊണ്ട് അതിൻ്റെ എല്ലാ മര്യാദകളും പാലിച്ചുകൊണ്ടാണ് ജനങ്ങൾ വന്ന ആളുകൾ ഞങ്ങളുമായി സഹകരിച്ചിട്ടാണ് യോഗത്തിൽ തീരുമാനമെടുത്തത്. ആ തീരുമാനം എന്ന് പറയുന്നത് ലോങ് ടേം ഉണ്ട്, ഷോർട്ട് ടേം ആയിട്ടുണ്ട്. അടിയന്തരമായി ചെയ്യേണ്ട വിഷയങ്ങളെ പരിശോധിക്കാൻ ഒരു സേഫ്റ്റി ഓഡിറ്റിംഗ് ടീമിനെ ഇന്ന് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ നേതൃത്വത്തിൽ തീരുമാനമായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഡിസ്ട്രിക്ട് കളക്ടർ ഉൾപ്പെടെയുള്ള SP ഉൾപ്പെടെയുള്ള ഉന്നതതല ഉദ്യോഗസ്ഥന്മാർ സ്ഥലത്ത് നാളെ തന്നെ ചെന്ന് പോയി പരിശോധന നടത്തിയിട്ട് എന്തൊക്കെയാണ് നമ്മൾ ശാശ്വതമായി പരിഹാരത്തിന് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ സംസ്ഥാന ഗവൺമെൻറ്റും ജില്ലാ ഭരണകൂടവും ജനങ്ങളുടെ ആവശ്യപ്രകാരം ഏറ്റെടുക്കേണ്ടതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ വളരെ വളരെ അടിയന്തരമായി പരിശോധന നടത്തിയിട്ട് ആ റിപ്പോർട്ട് വെക്കുകയും തുടർന്ന് വീണ്ടും റിവ്യൂ മീറ്റിംഗ് നടത്തി അത് ഓരോ ദിവസവും എന്തെന്തെല്ലാം ചെയ്യണം എന്നതിനെ സംബന്ധിച്ച് അടക്കമുള്ള നിർദ്ദേശങ്ങൾ ഇപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ നേതൃത്വത്തിൽ കൊടുത്തിട്ടുണ്ട്. അതൊരു ആശാവഹമാണ്. അതിലൂടെ നമുക്ക് ശാശ്വതമായ പരിഹാരത്തിലേക്ക് എത്തിച്ചേരുമെന്നുള്ള പ്രതീക്ഷയാണ്. സെൻട്രൽ ഗവൺമെന്റ് ഒരുപക്ഷെ താങ്കൾ പറഞ്ഞതിൽ വളരെ കാര്യങ്ങൾ വ്യക്തമാണ്. സംസ്ഥാന സർക്കാർ ഇത് ചെയ്യേണ്ടത് കൃത്യമായ സ്ഥലമെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിൽ മാത്രമല്ല, ഇത്തരം നിരന്തര അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ അത് കൃത്യമായ ബന്ധപ്പെട്ട അധികൃതരെ നിയമസഭയിൽ വരെ ഈ വിഷയങ്ങൾ താങ്കൾ ഉന്നയിക്കുകയും ചെയ്തു.